ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൃഷ്ണകുമാർ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെക്കാ ഡ്യൂറാബോളിനെ പറ്റിയാണ്. കാരണം കുറെ ആൾക്കാർ എൻ്റെ സ്റ്റിറോയിഡ് റിലേറ്റഡ് വീഡിയോക്കകത്ത് എല്ലാം കമന്റ് ചെയ്ത് ചോദിച്ച ഒരു കോമ്പൗണ്ടാണ് ഡെക്കാ ഡ്യൂറാബോൾ. വേറെ ഏത് കോമ്പൗണ്ടിനെക്കാളും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ട് സാധനം ഇതാണ്. അപ്പോൾ എന്താണ് ഡെക്കാ ഡ്യൂറാബോൾ, എന്തൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എഫക്റ്റുകളും അതുപോലെ തന്നെ സൈഡ് എഫക്റ്റുകളും എന്നുള്ളതാണ് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളും സെക്കൻഡ് പാർട്ടിനകത്ത് ഇതിന്റെ യൂസേജും ബാക്കിയുള്ള കാര്യങ്ങളുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് വീഡിയോ കാണുക. കാരണം ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുമായിട്ട് കണക്ട് ആണ് സെക്കൻഡ് പാർട്ടിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് രണ്ട് വീഡിയോ നിങ്ങൾ കാണുക. രണ്ട് വീഡിയോ കാണാൻ എന്നല്ല, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഡെക്കിനെ പറ്റി കൂടുതൽ അറിയണം, ഇതിന്റെ സൈക്കിൾസിന്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ മാത്രം സെക്കൻഡ് വീഡിയോ കണ്ടാൽ മതിയോ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഡെക്കായിരുന്നു, അത് റിലേറ്റഡായിട്ടുള്ള സൈഡ് എഫക്ട്സും അതിന്റെ ബെനിഫിറ്റ്സും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒന്നുമല്ല, നമ്മൾ വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഇതുപോലുള്ള സ്റ്റോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ ഇതിന് മുമ്പിട്ടുണ്ട്, ഇനിയും ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ചുമ്മാ നെറ്റിൽ കിട്ടുന്ന പോലെ ചുമ്മാ റാൻഡം ഇൻഫർമേഷൻ ഒന്നുമല്ല, അത്യാവശ്യം പ്രോപ്പർ ആയിട്ടുള്ള ഡെക്കയുടെ സൈഡ് എഫക്ട്സ് എന്താണെന്നും അതുപോലെ തന്നെ ഡെക്കയുടെ എഫക്ട്സ് എന്താണെന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോയിൽ കിടക്കാം. യെസ്, ഡെക്കാ ഡ്യൂറാബോൾ. സോ ഡെക്കാ ഡ്യൂറാബോൾ നമ്മൾ പറയുന്നുണ്ട്. ഇത് വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു സാധനമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയുന്ന ഒരു സ്റ്റിറോയിഡ് ആണ് ഡെക്കാ ഡ്യൂറാബോൾ. ഒരു ഓൾഡ് സ്കൂൾ സ്റ്റിറോയിഡ് ആണ് ഡെക്കാ ഡ്യൂറാബോൾ. ആക്ച്വലി ഡെക്കാ ഡ്യൂറാബോൾ എന്ന് പറയുന്ന നാൻഡർലോൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന സാധനം. നാൻഡർലോണിന്റെ ഒരു ലോങ് ആക്ടിങ് ഫോം ആണ് ഡെക്കാ ഡ്യൂറാബോൾ. 19 നോർ കോമ്പൗണ്ട്സ് എന്നാണ് ഇതിനൊക്കെ പറയുന്നത്. ഡെക്ക, ട്രെൻഫലോൺ, ഇതൊക്കെ ഈ 19 നോർ കോമ്പൗണ്ട്സിനകത്ത് വരും. അപ്പം മെയിൻ ആയിട്ട് വരുന്നത് ഡെക്കാ ഡ്യൂറാബോളിനും അതുപോലെ തന്നെ നാൻഡർലോൺ ഫീനൈൽ പ്രൊപ്പണേറ്റ് എന്ന് പറയുന്ന ഐറ്റം ആണ്. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇത് രണ്ടും ഇതിന്റെ ഹാഫ് ലൈഫ് റിലേറ്റഡ് ആയിട്ടാണ് വ്യത്യാസം വരുന്നത്. ഡെക്കാ ഡ്യൂറാബോളിന് ഏകദേശം ഒരു 6 മുതൽ 12 ഡേയ്സ് വരെ ഹാഫ് ലൈഫ് വരും. ഹാഫ് ലൈഫ് എന്താണ് ഇതിന് മുമ്പത്തെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ട് ജസ്റ്റ് പറയുകയാണിത് നമ്മുടെ ബോഡിക്കകത്ത് ആക്ട് ചെയ്യുന്ന ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് ഫുൾ ലൈഫ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 6 to 12 ഡേയ്സ് വരെയാണ് ഡെക്കാ ഡ്യൂറാബോളിന്റെ വരുന്നത്. നാൻഡർലോൺ ഫീനൈൽ പ്രൊപ്പണേറ്റ് NPP എന്നറിയപ്പെടുന്ന ഈ സെയിം സംഭവത്തിന്റെ വരുമ്പോഴത്തേക്കും ഏകദേശം 3 ദിവസമൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ ഇത് ഇൻജെക്ട് ചെയ്യുന്നതും അതനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. അത് നമ്മൾ നെക്സ്റ്റ് പാർട്ടിനകത്ത് പറയാം. പാർട്ട് 2 വീഡിയോക്കകത്ത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പാർട്ടിനകത്ത് നമ്മൾ ഇതുപോലുള്ള ഏറെ കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പാണ് വരുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഐറ്റം ആണ് ഡെക്കാ ഡ്യൂറാബോൾ. ഇതിന്റെ നോർമൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ ഇത് യൂസ് ചെയ്യുന്നത് അനീമിയ, അല്ലെങ്കിൽ മസിൽ വേസ്റ്റിംഗ് ഡിസീസസ്, അതല്ലെങ്കിൽ നമ്മുടെ ഈ ബേൺ ഇഞ്ചുറീസ് ഒക്കെ വന്നിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ പിടുത്തമൊക്കെ ഉണ്ടായി അങ്ങനെയുള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ ജോയിന്റ് റിലേറ്റഡ് ഓസ്റ്റിയോപോറോസിസ് പോലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക്, അങ്ങനെ പല രീതിയിലുള്ള ഹെൽത്ത് കണ്ടീഷൻസിനും സ്റ്റിൽ ഇപ്പോഴും ഏകദേശം 1950 ഡിറൈവ് ചെയ്തെടുത്ത സിന്തസൈസ് ചെയ്തൊരു സംഭവമാണ് ഈ ഡെക്ക അല്ലെങ്കിൽ ഈ നാൻഡർലോൺ. അപ്പോൾ ഈ നാൻഡർലോൺ ഇപ്പോഴും മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട് പല ആവശ്യങ്ങൾക്കും. അത് വളരെ ചെറിയ കുറച്ച് കോമ്പൗണ്ടുകൾ മാത്രമേ ഇപ്പോഴും അങ്ങനെ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനത്തെ ഒരു മെയിൻ സാധനമാണ് ഡെക്കാ ഡ്യൂറാബോൾ അല്ലെങ്കിൽ നാൻഡർലോൺ എന്ന് പറയുന്ന സാധനം. ഇപ്പോഴും ബോഡി ബിൽഡിങ്ങിലും യൂസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള അനബോളിക് ആൻഡ് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ് ആണ് ഡെക്കാ ഡ്യൂറാബോൾ. ഡെക്കാ ഡ്യൂറാബോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മസിൽ ഗെയിനിങ്, മാസ് ഗെയിനിങ് എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയാണ് ബോഡി ബിൽഡിങ്ങിൽ. ഇത് ഏകദേശം ഒരു 3-4 വീക്ക് കൊണ്ട് തന്നെ ഡെക്കാ ഡ്യൂറാബോളിൻ പ്രോപ്പറായിട്ട് ഡോസേജും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അതിൻ്റെ ഒപ്പം കറക്റ്റ് ആയിട്ടുള്ള വർക്കൗട്ടും അതുപോലെ തന്നെ ഒരു കലോറി സർപ്ലസ് ആയിട്ടുള്ള പ്രോപ്പർ ഡയറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നല്ല രീതിയിലുള്ള വെയിറ്റ് ഗെയിനിങ്ങും മാസ് ഗെയിനിങ്ങും ബോഡിക്കകത്ത് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോമിസിങ് ആയിട്ടുള്ള മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാസ് ഗെയിൻ ചെയ്യാനായിട്ടാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ വാട്ടർ റിട്ടൻഷനും കുറച്ച് കാണാറുണ്ട് ഈ ഡെക്കാ ഡ്യൂറാബോളിൻ യൂസ് ചെയ്യുമ്പോൾ. ദെൻ ഡെക്കാ ഡ്യൂറാബോളിൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നാൻഡർലോൺ യൂസ് ചെയ്യുന്നത് സ്ട്രെങ്ത് ഗെയിനിങ് എന്ന് പറയുന്ന ഒരു പർപ്പസിന് വേണ്ടിയാണ്. പവർ ലിഫ്റ്റേഴ്സും വെയിറ്റ് ലിഫ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്
ഈ ഡെക്കാഡ്യൂറാബോളിൻ അവരുടെ CNS-നെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ഒരു രീതിയിലൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ലെവലിലേക്ക് നമ്മുടെ ബോഡീനെ പുഷ് ചെയ്യാനായിട്ട് ഈ ഡെക്കാഡ്യൂറാബോളിൻ അല്ലെങ്കിൽ ഈ പറയുന്ന നാൻഡർലോൺ കോമ്പൗണ്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് ഇത് നേരത്തെ ഞാൻ പറഞ്ഞു ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ ജോയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനൊക്കെ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നതാണ്. സെയിം സംഭവം തന്നെ നമുക്കൊരു പവർ ലിഫ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ബെനിഫിഷ്യൽ ആയുള്ള കാര്യമാണ് അവരുടെ ജോയിൻസിന്റെ സ്ട്രെങ്ത്. അപ്പോൾ അവർക്ക് ഈ ഒരു കോമ്പൗണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ഭയങ്കര ബെനിഫിഷ്യൽ ആണ് അവരുടെ ജോയിൻസിന്റെ ഹെൽത്തിന്. അവരുടെ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടല്ലോ നമ്മുടെ ജോയിൻസിനകത്തുള്ള ഇതിന്റെ സെക്രേഷനൊക്കെ പ്രോപ്പർ ആക്കാൻ, അതുപോലെ കൊളാജന്റെ സിന്തസിസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആക്കാനും നമ്മുടെ ബോൺ ഡെൻസിറ്റിയും ബോണിന്റെ മാസും ഒക്കെ കൂട്ടാനൊക്കെ ഈ പറയുന്ന ഡെക്കാഡ്യൂറാബോളിന് കഴിയും. അപ്പൊ അതുകൊണ്ട് ഈ നാൻഡർലോണിന് കഴിയും. ഫാറ്റ് ലോസിന്റെ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും യെസ്, നാൻഡർലോൺ ഫാറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നൊരു കോമ്പൗണ്ടേ അല്ല. ഡയറക്റ്റ് ആയിട്ട് ഒരു രീതിയിലും ഫാറ്റ് ലോസിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇനി റിക്കവറി എന്നുള്ള സൈഡിലേക്ക് നോക്കുമ്പോഴാണ് ഇതിന്റെ വേറൊരു ബെനിഫിറ്റ്സ് വരുന്നത്. ഓഫ്കോഴ്സ് എല്ലാ അനബോളിക് ആൻറ്റിജനിക് സ്റ്റെറോയിഡ്സിനും റിക്കവറിയിലും അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസിലൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സെയിം സംഭവം തന്നെ ഡെക്കാഡ്യൂറാബോളിലോ അല്ലെങ്കിൽ NPP-യിലോ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആൻഡ് ഇതിന്റെ ഒരു കൂടുതൽ ബെനിഫിറ്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോയിൻസ് കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആക്കാനും, അപ്പോൾ എന്തെങ്കിലും ഇഞ്ചുറി വന്ന ആൾക്കാർക്കൊക്കെ റിക്കവറി ആക്കി എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഈ നാൻഡർലോണിന്റെ പ്രോപ്പറായുള്ള സൈക്കിൾ ചെയ്യുന്നതിലൂടെ പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വാട്ടർ റിട്ടൻഷനെ പറ്റി. നമ്മൾ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ മെയിൻ കൺസേൺ ആണ് ഒത്തിരി വാട്ടർ റിട്ടൻഷൻ ഡെക്കാഡ്യൂറാബോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും വരുന്നുള്ളത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റായ ധാരണയാണ്. ഡെക്കാഡ്യൂറാബോൾ യൂസ് ചെയ്യുമ്പോൾ മറ്റു പല സ്റ്റെറോയിഡ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി വാട്ടർ റിട്ടൻഷൻ ഒന്നും വരുന്നില്ല. ചെറിയ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും, ഓഫ് കോഴ്സ് ഉറപ്പായിട്ടും സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുമ്പോൾ ചെറിയ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും. പക്ഷേ ഡെക്കാഡ്യൂറാബോൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര വാട്ടർ റിട്ടൻഷൻ ഉണ്ടെന്ന് പറയുന്നത് ആക്ച്വലി ഡെക്കയുടെ പ്രോബ്ലം അല്ല. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഡെക്കയുടെ ഒപ്പം തന്നെ സ്റ്റാക്ക് ചെയ്യുന്ന ഒന്നാണ് ടെസ്റ്റോസ്റ്ററോണും ഡീബോളൊക്കെ. ഇത് ഇങ്ങനെ മൂന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന ടെസ്റ്റോസ്റ്ററോണും ഡെക്കയും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് ടെസ്റ്റോസ്റ്ററോണിന്റെ ഡെക്കയും ഒരുമിച്ച് മിക്സ് ചെയ്ത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും. അപ്പോൾ ഡെക്ക അല്ലെങ്കിൽ നാൻഡർലോൺ മാത്രം യൂസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന വാട്ടർ റിട്ടൻഷൻ ഒത്തിരി അധികം ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ കോമ്പറ്റീഷൻ ലെവലിലെ കട്ടിങ് ടൈമിലൊക്കെ കിട്ടുന്ന ഒരു ഡ്രൈനെസ് അത് ഡെക്ക യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് കിട്ടത്തില്ല. കുറച്ചും കൂടെ ഒരു ഫ്ലഫി ആയിട്ടുള്ള ഒരു ഫുൾ അങ്ങനത്തെ ഒരു ഫീൽ ആയിരിക്കും ഡെക്ക യൂസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് വരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു ഗ്രേറ്റ് ഫീൽ ആയിരിക്കും, എപ്പോഴും ഭയങ്കര ഫീൽ ഗുഡ് ആയിരിക്കും ഡെക്ക യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്. ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇതേപോലുള്ള സബ്സ്റ്റൻസുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും. അപ്പം എന്താ പറയുക, ആങ്കർ ഇഷ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ ഡെക്ക ഒന്നും യൂസ് ചെയ്യുമ്പോഴത്തേക്കില്ല. പക്ഷെ നല്ല ബെറ്റർ ഫീൽ ആയിരിക്കും ഓൾമോസ്റ്റ് മിക്ക സമയത്തും. ദെൻ ഓഫ് കോഴ്സ് നമുക്ക് ഡീബോള് ടെസ്റ്റോസ്റ്ററോൺ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് പല രീതിയിലുള്ള ചേഞ്ചസ് മൂവ്സിനകത്ത് വരാറുണ്ട്. നോർമൽ രീതിയിലേക്ക് നോക്കുമ്പോൾ ഡെക്ക മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, ഭയങ്കര ഫീൽ ഗുഡ് ആയിരിക്കും. യെസ്, ഇനി നമ്മൾ സൈഡ് എഫക്ട്സിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. സൈഡ് എഫക്ട്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ ടെസ്റ്റിക്കുലർ ലെവലിലുള്ള ടെസ്റ്റോസ്റ്ററോണിന്റെ ഷട്ട് ഡൗൺ ആണ് ഈ ഡെക്ക യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മെയിനായിട്ട് കാണാൻ പറ്റും. അപ്പം ഇത് നമ്മുടെ ബോഡിക്കകത്തുള്ള നോർമൽ ടെസ്റ്റോസ്റ്ററോണിന്റെ പ്രൊഡക്ഷനെ ഡെക്കാഡ്യൂറാബോളിന് അല്ലെങ്കിൽ ഇതുപോലുള്ള കോമ്പൗണ്ട്സ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കുറച്ച് കളയും. പിന്നീട് ഇത് തിരിച്ച് വരുത്തിയെടുക്കുക എന്നുള്ളത് കുറച്ച് ബോഡിക്ക് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അതിന് കുറച്ച് ടൈം കൂടുതലെടുക്കും. സോ അത് നമ്മൾ PCT പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് പെട്ടെന്നാക്കി നമ്മൾ ഓക്കെ ആക്കി എടുക്കാറുണ്ട്. പക്ഷെ ഡെക്കയുടെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡെക്ക യൂസ് ചെയ്യുമ്പോഴത്തേക്കും ടെസ്റ്റിക്കിൾസ് ഷ്രിങ്കേജ് ഉണ്ടാവുക, അതുപോലെ തന്നെ നമ്മുടെ സ്പെർമിന്റെ വോളിയവും ക്വാണ്ടിറ്റി ഒക്കെ വളരെ കുറഞ്ഞു പോകാനുള്ള ചാൻസസ്, ഇതെല്ലാം ഡെക്കയുടെ ഒപ്പമുള്ളൊരു മെയിൻ പ്രോബ്ലംസ് ആണ്. ഓഫ് കോഴ്സ് മിക്ക അനബോളിക് സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുമ്പോഴും ഈ സാധനം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഡെക്കയ്ക്ക് കുറച്ച് കൂടുതലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. HCG ഒക്കെ യൂസ് ചെയ്ത് PCT ഒക്കെ ചെയ്ത് ഇത് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പാർട്ട് 2-നകത്ത് പറയുന്നുണ്ട്. സ്റ്റിൽ ഇത് ഇറിവേഴ്സിബിൾ സൈഡ് എഫക്ട്സ് ഒന്നുമല്ല, റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന സൈഡ് എഫക്ട്സ് ഒക്കെ തന്നെയാണ് ഡെക്ക യൂസ് ചെയ്യുമ്പോഴുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞു, ബാക്കിയുള്ള പല അനബോളിക് ആൻഡ്രോജനിക് സ്റ്റെറോയിഡ്സ് വെച്ച് നോക്കുമ്പോൾ ഡെക്കയ്ക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കുറച്ച് കൂടുതലാണ്. വേറെ വരുന്നത് കോമൺ സൈഡ് എഫക്ട്സ് ആണ് ഡെക്ക ഡിപ്പ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ, അതായത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരിക. അപ്പോൾ ഇതും ഈ ഡെക്ക യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ കാണുന്നൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല ഗുഡ് ഫീലിംഗ് ആയിരിക്കും, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അതാണ് ഇതാണ്. ഡെക്ക യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പമ്പ് ഉണ്ടാവും, സ്ട്രെങ്ത് നന്നായിട്ട് ഫീൽ ചെയ്യും. ഓഫ് കോഴ്സ് അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്ന ഒരു പ്രോബ്ലം ആണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലുള്ള ഇഷ്യൂസ്.
ഇത് എല്ലാവർക്കും വരുന്നല്ല, പക്ഷെ ഡെക്ക യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ ആൾക്കാരിൽ ഈ സാധനം ആളാറുണ്ട്. ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ മെന്റൽ ഹെൽത്തിന് ചിലപ്പോൾ മിക്ക ആൾക്കാരെയും ഭയങ്കരമായിട്ട് ബാധിക്കും. അത് റിലേറ്റഡ് ആയിട്ട് ഡിപ്രഷൻ അങ്ങനെ പല പ്രശ്നങ്ങളിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡെക്ക യൂസ് ചെയ്യുമ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും ദെൻ ഇത് റിവേഴ്സിബിൾ ആണെന്നും ഇത് പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മാറ്റി നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കി അതിനൊരു റാഷണൽ രീതിയിൽ തിങ്ക് ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് കോമ്പറ്റീറ്റീവ് ലെവലിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഈ സ്റ്റെറോയിഡ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട കാര്യമുള്ളൂ. അത് വേറൊരു സത്യം. ഇഷ്ടംപോലെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമേ പറയേണ്ടതായിരുന്നു, ഇപ്പോഴാണ് ഓർത്തത്. ഓക്കെ, ഞാൻ ഇനി ഡെക്കയുടെ വേറെ ഹാർട്ട് ലെവലിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന സംഭവമൊക്കെ ഡെക്ക നോർമൽ ഒരു ലോ ഡോസേജിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. അതായത് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇഞ്ചുറി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് റിക്കവറിക്കൊക്കെ വേണ്ടി ഒരു 50 mg 100 mg ലെവലിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ കുറേ വീക്സ് ചെയ്യും, 20-30 ആഴ്ചകളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ചെയ്യുന്നതിൻ്റെ ഒപ്പം 50 mg 100 mg ഒക്കെ വെച്ച് ഡെക്ക ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അതും ഒത്തിരി ആഴ്ചകളോളം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ലെവലിലേക്കൊന്നും വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഇനി പറയാൻ പോകുന്നത് ബോഡി ബിൽഡിംഗ് ലെവലിൽ ഭയങ്കര ഹൈ ഡോസേജിൽ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഡോസേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയ്ക്ക് നമ്മൾ പറയാം. അപ്പോൾ ഹൈ ഡോസേജിൽ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാർ എടുക്കുന്ന ഒരു ലെവലിൽ ഇത് എടുത്ത് കഴിഞ്ഞിട്ട് ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. യെസ്, ഓഫ് കോഴ്സ് ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവും. ഒന്ന് നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ, ഗുഡ് കൊളസ്ട്രോൾ ഇതിൻ്റെയൊക്കെ വേരിയേഷൻ നല്ല രീതിയിൽ വരും. കൂടാൻ പാടാത്ത സാധനം കൂടും, കുറയാൻ പാടാത്ത സാധനം കുറയും ആണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ BP, ബ്ലഡ് പ്രഷർ നല്ല രീതിയിൽ ഇൻക്രീസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. റെഡ് ബ്ലഡ് സെൽസിന്റെ കൗണ്ട് നന്നായിട്ട് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി എന്ന് പറയും, നമ്മുടെ ഹാർട്ടിന്റെ സൈസ് ഇൻക്രീസ് ആവും. ഇത് ഡെക്കയുടെ ഒരു പ്രോബ്ലം അല്ല, നമ്മുടെ ബോഡിക്ക് സൈസ് ഗെയിൻ ആവുന്നതനുസരിച്ച് നമ്മുടെ ഹാർട്ടിന് ഹൈപ്പർട്രോഫി വരുന്ന ഇഷ്യൂ ആണ്. അപ്പം നമ്മൾ അത്രയും സൈസ് ഗെയിൻ ആക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉറപ്പായിട്ട് വരും. ഡെക്ക ഏതൊരു കോമ്പൗണ്ട് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ദെൻ ഡെക്ക ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ കാണുന്ന വേറൊരു പ്രശ്നമാണ് കിഡ്നി ഇഷ്യൂ. വാട്ടർ റിട്ടൻഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഡെക്ക ബോഡി ബിൽഡിംഗ് ലെവലിൽ യൂസ് ചെയ്യുമ്പോൾ ആൾക്കാർ ഡെക്ക മാത്രമൊന്നുമല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡെക്കയുടെ ഒപ്പം ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാവും. ടെസ്റ്റോസ്റ്ററോൺ ഒരു നിശ്ചിത അളവിലായിരിക്കും ഡെക്കയുടെ ഒപ്പം യൂസ് ചെയ്യേണ്ടത്. അതെല്ലാം നമ്മൾ സെക്കൻഡ് പാർട്ടിനകത്ത് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അവർക്ക് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് വരും. അപ്പോൾ കിഡ്നി ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ബ്ലഡ് പ്രഷർ കൂടുമ്പോഴും കിഡ്നി ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ പ്രൊജസ്ട്രോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് ഈ നമ്മൾ നേരത്തെ കോമൺ ആയിട്ട് കേട്ടുള്ള സാധനങ്ങൾ, ഗൈനക്കോമേഷ്യ, സെക്സ് ഡ്രൈവ് കുറയുക, ഇങ്ങനെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇത് ഈ പ്രൊജസ്ട്രോണിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിക്ക് ഉണ്ടാവും. പിന്നെ ഈസ്ട്രോജൻ ലെവലിലുള്ള ഇഷ്യൂസ് സത്യം പറഞ്ഞാൽ ഡെക്കയ്ക്ക് വലിയ കാര്യമായിട്ടില്ല. പക്ഷെ ടെസ്റ്റോസ്റ്ററോൺ കോമ്പൗണ്ട് ഡെക്കയുടെ ഒപ്പം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നായതുകൊണ്ട് ഈ പറയുന്ന ഈസ്ട്രോജൻ സൈഡ് എഫക്ട്സും ഇത് രണ്ടും കൂടി യൂസ് ചെയ്യുമ്പോഴേക്കും വരും. യെസ്, ഡെക്ക യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആൻഡ്രോജനിക് സൈഡ് എഫക്ട്സ്, ആക്നെ, ഹെയർ ലോസ്, ഇതൊന്നും സത്യം പറഞ്ഞാൽ ഡെക്ക മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന വരത്തില്ല. ഡെക്കയുടെ മാത്രം പ്രോബ്ലം ആയിട്ട് ഈ സാധനം ഉണ്ടാവത്തില്ല. പക്ഷെ മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന സാധനങ്ങളുടെ കൂടെ ഒപ്പമുണ്ടാവും. അപ്പോൾ ഡെക്ക ഡ്യൂറബോളിന്റെ അല്ലെങ്കിൽ നാൻഡലോണിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് മനസ്സിലായത്. ഇനിയും നിങ്ങൾക്ക് ഡെക്കയുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡ് എഫക്ട്സ് ഏതൊരു അനബോളിക് ആൻഡ്രോജനിക് സ്റ്റെറോയിഡ് യൂസ് ചെയ്താലും ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സ്റ്റിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ അതിന് കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ട രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സൈഡ് എഫക്ട്സ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിൾ വേ ഉള്ളത്. അതുകൊണ്ട് ഇപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാളുടെ അടുത്ത് മാത്രം ഇതുപോലുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സൈക്കിളുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക. ആൻഡ് സെക്കൻഡ് വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ കോഴ്സ് സൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യുന്നതാണ്. സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഏകദേശം ഒരേ സമയത്തായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും